ഓണം 2025 എല്ലാ വർഷത്തെയും പോലെ ഈ ഓണവും ഞാൻ വളരെ എക്സൈറ്റഡോടെയാണ് കാത്തിരുന്നത്. മെയിനായിട്ടും സെയിൽസ്. ഞങ്ങൾ ഓണ്ടർപ്രണേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിരിക്കുമല്ലോ ഓണം. പക്ഷേ എൻ്റെ ഇത്തവണത്തെ ഓണം അത്ര നല്ല രസത്തിലല്ലായിരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എൻ്റെ ഡിസൈനിങ് കരിയറിലെ ഏറ്റവും കുറച്ച് സെയിൽസ് കിട്ടിയ ഒരു ഓണമായിരുന്നു ഇത്തവണത്തെ ഓണം. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഓണവും ആ വർഷത്തെ മൊത്തത്തിൽ അപേക്ഷിച്ച് ഈ വർഷത്തെ ഓണവും ഈ വർഷവും എനിക്ക് വളരെ മികച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ സങ്കടം അങ്ങനെ പോയി കിട്ടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരുവോണം ഞാൻ എല്ലാ വർഷവും ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പോരാത്തതിന് ഞാനൊരു തിരുവോണം നാളുകാരി കൂടിയാണ്. ആളും ആരവവും സദ്യയും പൂക്കളും ഒക്കെ ആയിട്ട് എല്ലാ വർഷവും നല്ല കളർഫുൾ ആയിരിക്കും. പക്ഷെ ഇത്തവണ ഞാനൊരു ലോ കീ മോഡാണ് ട്രൈ ചെയ്തത്. കഴിഞ്ഞ ഓണത്തിന്റെ എല്ലാ വിഷമങ്ങളും പരാതികളും മാറ്റിവെച്ച് ഇത്തവണ ഒറ്റയ്ക്കാണെങ്കിലും അടിപൊളി ഒരു കളർഫുൾ ഓണം എനിക്കും ആഘോഷിക്കാൻ പറ്റി. സെയിൽസ് വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ലെങ്കിലും ഞാൻ കുറച്ച് കളക്ഷൻസ് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങോട്ട് അടിപൊളിയായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലോഞ്ച് ചെയ്തതെല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. അതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഈ മൾ കോട്ടൺ സാരി. സോ വളരെ സിമ്പിളായിട്ട് എപ്പോഴും പോകുന്ന പോലെ കുറച്ചധികം ഡ്രസ്സപ്പ് ചെയ്ത് ആഭരണ വിഭൂഷിതയായിട്ട് സെൽഫ് ഡ്രൈവ് ചെയ്ത് അമ്പലം വിസിറ്റൊക്കെ ചെയ്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണമായിരുന്നു എനിക്ക് ഇത്തവണത്തെ ഓണം. ദ മോറൽ ഓഫ് ദ സ്റ്റോറീസ്, പണ്ടെങ്ങാണ്ടോ സോ കോൾ ഡിസൈനർ ആയിരുന്ന ഞാൻ വീണ്ടും എന്ന എൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തെ ഓണം. അതായത് അവസാനത്തെ കച്ചത്തുരുമ്പ്. അതും കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഈ ഷോയ്ക്കൊന്നും ഒരു കുറവും വരുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് പോലും ഞാൻ ഇന്ന് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഐ വാസ് ലിറ്ററലി ഹാപ്പി ഡൂയിങ് ദിസ്. കാരണം എൻ്റെ ലൈഫിൽ നടന്ന മേജർ ട്രാജഡീസിനും അതിൻ്റെ ട്രോമാസിനും ശേഷം 2025 ഞാൻ എനിക്കായി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വർഷമാണ്. ഈ വർഷം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് നടന്നാലും അത് നടന്നില്ലെങ്കിലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇനി ഓണം ഇല്ലെങ്കിലും വിഷു വരും, ദീപാവലി വരും, ക്രിസ്മസ് വരും, ഈസ്റ്റർ വരും. അതിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഐ എം റെഡി ടു വെയിറ്റ്. Because I don't have any choice. Also, a healthy reminder. I am happy, healthier, and living for myself nowadays. I believe in comebacks. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും I will come back stronger. Thanks for all of your support. Thanks for watching. Happy Onam.